യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഭാരതത്തിനാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതത്തിന്റെ മധ്യസ്ഥതയ്ക്കാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിനു പിന്നാലെയാണ് ജോർജിയ മെലോണിയുടെ പ്രതികരണം. Alla fine nazioni, attori come Cina e India possano giocare un ruolo e debbano giocare un ruolo per risolvere il conflitto in Ucraina. L'unica cosa che non si può fare, signori, è pensare che si risolve il conflitto in Ucraina mollando l'Ucraina al suo destino, perché questo non porterà pace, porterà caos, porterà guerre più vicine a casa nostra e porterà molte conseguenze economiche tanto più gravi di quanto oggi costa sostenere l'Ucraina. Quindi è una scelta prima di tutto di interesse nazionale quella che l'Italia sta facendo ed è una scelta che non cambierà. നന്ദൻ, ലോകം ഭാരതത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്നു. അതോടൊപ്പം ഭാരതത്തിന്റെ നിലപാടുകളെ മാനിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാകുകയാണ് ജോർജിയ മെലോണിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. രോഹിണി, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഭാരതത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരതത്തിന് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഭാരതം ഈ വിഷയത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് പരിഹാരം കാണണമെന്നുള്ളതാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം പരിഹരിക്കാൻ ഭാരതത്തിന് മുൻകൈയെടുക്കാൻ കഴിയും, ഭാരതത്തിന് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് കൂടി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഭാരതം വിശ്വഗുരു എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നതിന്റെ മകുടോദാഹരണമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങൾ ഭാരതത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ഭാരതത്തെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയായി ഇതിനെ നോക്കി വിലയിരുത്തേണ്ടി വരും.